നമ്മുടെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള 20 വസിയത്തുകളെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ പ്രബോധനമായിരുന്നു. വിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നത് അതാണ് റസൂലിൻ്റെ ജീവിതം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്. ആ ഒരു മാർഗം കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് ഇസ്ലാം വളർന്നതും പന്തലിച്ചതൊക്കെ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വ്യത്യസ്തമായ ഹദീസുകളിൽ നിന്നും കോർത്തെടുത്തിട്ടുള്ള 20ഓളം വസിയത്തുകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒന്നാമത്തെ വസിയത്ത്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബുദന്നാസ്. ഹറാമുകളൊക്കെ ചെയ്യുന്ന തൊട്ട് നീ സൂക്ഷിച്ചോ. ഹറാമുകളൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് ശൈത്താനിൻ്റെ കെണിയിൽ പെട്ടുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, പ്രവർത്തിക്കും. പക്ഷേ നീ ഹറാമുകളുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചാൽ തകുൻ അഅ്ബുദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആരാധന ചെയ്യുന്ന ഇബാദത്തുള്ള ആളായിട്ട് നമുക്ക് മാറാൻ പറ്റും. നമുക്കറിയാം ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ എന്ന വിശുദ്ധമായ ഖുർആനിൽ മുത്തഖീങ്ങളായ ആബിദീങ്ങളെ പറ്റി അല്ലാഹ് പറയുന്നുണ്ട്. തൻ്റെ ദാസന്മാർ, ഇഷ്ടപ്പെട്ട ദാസന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വിനയാന്വിതരായിക്കൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട്, വലിയ അഹങ്കാരമൊന്നുമില്ലാതെ ആരാധന എടുക്കുന്ന ആളുകളെന്നാണ്. അവിടെ ആ ഇബാദുർ റഹ്മാനായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർ ഹറാമുകളൊക്കെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഹറാമുകളെ സൂക്ഷിച്ചോ, എന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളായിട്ട് എനിക്ക് മാറാൻ പറ്റുമെന്നുള്ള ഹദീസ് നമ്മൾ ഉൾക്കൊള്ളണം. രണ്ടാമത്തേതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇർള ബിമാ ഖസബല്ലാഹു ലക തകുൻ അഅനന്നാസ്. അള്ളാഹ് നിനക്ക് എന്താണോ വീതം വെച്ച് തന്നത്, എന്താണ് നിനക്ക് അള്ളാഹ് കണക്കാക്കി തന്നത്, അതിൽ നീ സംതൃപ്തി അടയണേ. നീ ആർത്തി കാണിക്കരുത്. നിനക്ക് എന്താണ് കിട്ടിയത്, ആ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ അൽ ഖനാഅത്തു എന്ന് പറയുന്ന ആ ഒരു വളരെ മഹത്തരമാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. കണ്ണിൽ കണ്ടതൊക്കെ നേടിയെടുക്കുവാനും അതിൽ ആർത്തി മൂത്തുകൊണ്ട് പല തെറ്റുകൾ ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്താണോ കണക്കാക്കിയത്, അള്ളാഹ് എന്താണോ തരുന്നത്, അതിൽ നീ തൃപ്തി അടയണേ. എന്നാൽ തകുൻ അഅനന്നാസ്, ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ധനാഢ്യനായ ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ആ ഉള്ളതിൽ ഓണം പോലെ കഴിയാന്നൊക്കെ പറയുന്ന പോലെ തന്നെ സന്തോഷത്തോടുകൂടി കഴിയാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹ് എന്താണ് തരുന്നത് അതിൽ ആഘോഷിച്ചുകൊണ്ട് നിഅമത്തിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണേ. മൂന്നാമത്തേതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ. അയൽവാസിക്ക് ഗുണം ചെയ്തോ, എന്നാൽ നിനക്ക് മുഅ്മിനാകാൻ പറ്റുമേ. നമുക്കറിയാം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ആ അയൽവാസിയെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം വയറ് നിറച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾ മുഅ്മിനല്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ നിൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്തോ, എന്നാൽ നിനക്ക് മുഅ്മിനാകാൻ പറ്റുമെന്ന് ഷഫീഉനാ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതമായിട്ട് മാത്രം മുന്നോട്ട് പോകരുത്. അയൽവാസികൾ ചിലപ്പോൾ ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ജീവിതം നമുക്ക് അന്വേഷിച്ചാൽ വളരെ ദയനീയമായിരിക്കും, പ്രയാസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ അയൽവാസി, നീ വീട്ടിൽ അടുക്കളയിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ നിൻ്റെ അയൽവാസി അതിൽ നുഴഞ്ഞുകൊണ്ട് പൊട്ടിഞ്ഞു കിടക്കാൻ പാടില്ല. നാലാമത്തേതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന സതുപദേശം, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്. നിനക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ജനങ്ങൾക്കും കിട്ടാൻ നീ ആഗ്രഹിക്കണേ. തെക്കുൻ മുസ്ലിമ, അന്നേരം എനിക്ക് മുസ്ലിമാകാൻ പറ്റും. ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ അസൂയ കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതി, ബാക്കിയുള്ളവർക്ക് കിട്ടരുത് എന്ന രൂപത്തിൽ പാര വെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അത് അവർക്കും കിട്ടട്ടെ എന്നാണ് നീ ആഗ്രഹിക്കേണ്ടത്. വിട്ടുവീഴ്ചയുടെ മനോഭാവം, അഹങ്കാരമില്ലാതെ മറ്റുള്ളവരുടെ വിഷയത്തിൽ അസൂയ കാണിക്കാതെ ജീവിക്കണം. താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടുമ്പോൾ അതിനെ വിട്ടുകൊടുക്കണം. അങ്ങനെയാകുന്നവനെ മുഅ്മിനാകൂ എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവം വേണം. ബാക്കിയുള്ളവരുടെ സങ്കടം കണ്ടറിയാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ തകുൻ മുസ്ലിമാ, യഥാർത്ഥ മുസ്ലിമായിട്ട് എനിക്ക് മാറാൻ പറ്റും. അഞ്ചാമത്തേതായിട്ട് റസൂലുള്ളാഹി കൊടുക്കുന്ന വസിയത്ത്, ഇയ്യാക വകസറത ളഹിക്. നീ ചിരി അധികമാക്കലിനെ, പൊട്ടിച്ചിരി അധികമാക്കലിനെ സൂക്ഷിച്ചോ. ഫഇന്ന കസറത ളഹക് തുമീതുൽ ഖൽബ. അധികമായി പൊട്ടിച്ചിരിച്ചാൽ ഹൃദയം ഇല്ലാണ്ടായി പോകും. ഹൃദയത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള സ്പന്ദനമാകട്ടെ, മറ്റുള്ളവരോടുള്ള അലിവാകട്ടെ, അതൊക്കെ ഇല്ലാണ്ടായി പോകും. ചിരി അധികമാക്കാൻ പാടില്ല എന്നാണ്. ഹൃദയം മരിച്ചു പോകും, ഹൃദയത്തെ അത് കൊല്ലുമെന്ന് ഷഫീഉനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് ചിരി അധികമാക്കുമ്പോൾ നമുക്ക് മരണത്തെ ചിലപ്പോൾ മറന്നുപോകും. പ്രയാസങ്ങളേക്ക് ഒരു പക്ഷെ മറന്നുപോയേക്കാം, പക്ഷേ ആ പ്രയാസങ്ങൾ മറന്നുപോയാൽ അള്ളാഹുവിനെ വരെ മറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ചിരി അധികമാക്കലിനെ സൂക്ഷിച്ചോ. കാരണം
ചിരിയുടെ ആധിക്യമെന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള ദയാലുവായ ഒരാൾക്കുണ്ടാകുന്ന സിമ്പതിയുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു അനുകമ്പ എന്ന് പറയുന്ന വിശേഷണം ഹൃദയത്തിൽ നിന്ന് മരിച്ചു പോകും. അത് ഹൃദയത്തെ തന്നെ കൊന്നുകളയും. അതുകൊണ്ട് വല്ലാണ്ട് ഓവറായിട്ട് ചിരിക്കാതിരിക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമ്പോൾ തന്നെ റസൂലിൻ്റെ ഈ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ചിട്ടില്ല എന്നൊക്കെ കാണാൻ പറ്റും. പൊട്ടിച്ചിരിച്ച സാഹചര്യങ്ങൾ ഇല്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. ഉണ്ടെങ്കിൽ തന്നെ അത്രക്കും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ മാത്രമേ, അതും ഹറാമ് കലരാത്ത രൂപത്തിലുള്ള സാഹചര്യത്തിൽ മാത്രമേ റസൂൽ അങ്ങനെ ചിരിച്ചിട്ടുള്ളൂ എന്നൊക്കെ മുഹദ്ദിസുകൾ പറയുന്നുണ്ട്. ചിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അയ്ബത്ത് പറഞ്ഞുകൊണ്ടോ നമീമത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റുള്ളവരെ നമ്മൾ കള്ളം അടിച്ചമർത്തിക്കൊണ്ടോ കളിയാക്കിക്കൊണ്ടോ ആകാതിരിക്കുക. ആറാമത്തതായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം, വസിയത്ത് എന്താണെന്നറിയോ? ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. നിനക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയമുള്ള കാര്യം നീ വിട്ടുകളഞ്ഞേക്ക്. ഒട്ടുമേ സംശയമില്ലാത്ത കാര്യം മാത്രം ചെയ്താൽ മതി. സംശയപ്പെട്ടുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യം ചെയ്തു കഴിഞ്ഞാലും മനസ്സിൽ വല്ലാത്തൊരു ചൊറിച്ചിലുണ്ടാകും. അതുകൊണ്ട് നിനക്ക് അത്ര വല്ല ഉറപ്പില്ലെങ്കിൽ ആ കാര്യം നീ ചെയ്യാനിരിക്കരുത്. ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ കാര്യം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. എവിടെയാണെങ്കിൽ പോലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടുള്ള തഖ്വ, അത് ഏത് സ്ഥലത്താണെങ്കിലും, ആളുകളുടെ കൂട്ടത്തിലാണെങ്കിലും, ഒറ്റക്കാണെങ്കിലും, തനിച്ചാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും പോലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തത്, അത്ബിഇ സയ്യിഅത്തൽ അൽ ഹസന. നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു നന്മ ചെയ്യാൻ ശ്രദ്ധിക്കണേ. തംഹഹ, എന്നാൽ ആ ഹസനത്ത്, ആ സയ്യിഅത്തിനെ മായ്ച്ചു കളയുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകൾ ചെയ്തു പോയാൽ ഉടനെ തന്നെ അതിനോളം വരുന്ന ഒരു നന്മ ചെയ്താൽ ആ നന്മ ആ തെറ്റിനെ മായ്ച്ചു കളയുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വതക്ക പോലുള്ള അല്ലെങ്കിൽ അതിനോളം വരുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒമ്പതാമത്തതായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന വസിയത്ത്, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് നല്ല രൂപത്തിൽ നീ പെരുമാറണേ എന്ന് ഷഫീഉനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറാം. നമ്മുടെ ജനങ്ങളോട് വെറുപ്പ് കാണിച്ചുകൊണ്ടോ, ജനങ്ങൾ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ തന്നെ അവനെ, ആ അതിഥിയായ ആളെ, ആതിഥേയരായ നമ്മൾ അവഹേളിക്കുന്ന രൂപത്തിലേക്കൊക്കെ പെരുമാറുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ന്യായം പറയുമ്പോൾ ആ ന്യായത്തിനെതിരെ വേറൊരു ന്യായം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഈഗോ വരികയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്യും. തൻ്റേത് മാത്രം വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഇകയറ്റുന്ന ഒരു തമ്പുരാൻ കളി, അല്ലെങ്കിൽ ഒരു തമ്പുരാനായിട്ട് ചമയ. ഒരു നാട്ടിലെ കാരണന്മാരൊക്കെ പല ആളുകളും അവരെ അറിയാതെ ചെയ്തു പോകുന്ന വിഷയമാണ്. തൻ്റെ നിലപാട് മാത്രം ശരി, ബാക്കിയുള്ളവർ പറഞ്ഞ് അതിനെ അധിക്ഷേപിക്കും. പിന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ആളുകളെപ്പോലെ തെറ്റു തിരുത്താനായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷേ ആ ഒരു തെറ്റു തിരുത്തുന്ന ആ ശൈലി ശരിയാവില്ല. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് തെറ്റ് കണ്ടാൽ തിരുത്തും, പക്ഷേ അയാളെ ഒരിക്കലും അവഹേളിച്ചുകൊണ്ട് തിരുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല മനുഷ്യന്മാരെ കാണിച്ചു തന്നതുപോലെ തന്നെ ഒരാളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പഠിക്കണമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്താമതായിട്ട് റസൂലുള്ളാഹ് കൊടുക്കുന്ന വസിയത്ത്, ഇഹ്ഫദില്ലാ യഹ്ഫദുക്. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചോ, എന്നാൽ അള്ളാഹ് നിന്നെയും സൂക്ഷിക്കുമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹ് പറയുന്നത് എന്താണ് അവിടെ നിൽക്കുക, എന്നാൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും. നിനക്ക് അള്ളാഹ് എല്ലാവിധ കാവലും നൽകുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 11-ാമത്തതായിട്ട് റസൂലുള്ളാഹ് കൊടുക്കുന്ന വസിയത്ത്, വഇദാ സഅൽത ഫസ്അലില്ലാഹ്. നീ നിൻ്റെ ഒരു ആവശ്യം ഒരാളോട് പറയുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് പറഞ്ഞോ, അള്ളാഹുവിനോട് ചോദിച്ചോ. നിനക്ക് എന്തെങ്കിലും സങ്കടം ചോദിക്കാനോ, എന്തെങ്കിലും ആവശ്യം ചോദിച്ചറിയാനോ, അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങാനോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് നീ ചോദിച്ചോ. ഫൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിനക്ക് വല്ല സഹായം ചോദിക്കണമെങ്കിൽ അത് അള്ളാഹുവിനോട് തന്നെ ചോദിച്ചോ. ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു ഹദീസ് കൊണ്ട് പറയുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു അകമഴിഞ്ഞു കൊടുക്കുന്നവനാണ്. നമുക്കറിയാം വിശുദ്ധമായിട്ടുള്ള ഫാത്തിഹയിൽ പോലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയാണ് ആരാധിക്കുന്നത്, നിന്നോടാണ് സഹായം ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുന്നത്. പല ആളുകളും ഈ വിശ്വാസങ്ങൾ കൂടിപ്പോയിട്ട് ആ മുസ്ലിങ്ങളുടെ ചില ആരാധനാ മൂർത്തികളെയൊക്കെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സഹായം ചോദിക്കുന്ന ഒരു ശൈലി പലപ്പോഴും കാണപ്പെടാറുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഈ മൂർത്തികളൊക്കെ സേവിച്ചുകൊണ്ടും മറ്റും അത് പല കാര്യത്തിനായി ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകുക സമ്പാദ്യം വർദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൂർത്തികളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹ് കൈവിടും. അപ്പോൾ കാത്ത് രക്ഷിക്കട്ടെ. 12-ാമത്തെ വസിയത്ത്, തഅറഫ് ഇലല്ലാഹി ഫി റഖാ. നീ നിനക്ക് അഭിവൃദ്ധിയുള്ള കാലത്ത്, നിനക്ക് നല്ല സുഖമുള്ള കാലത്ത് നീ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർന്നോ, എന്നാൽ യഅരിഫുക ഫി ശിദ്ദ. അള്ളാഹു സുബ്ഹാനഹു വ തആല
നിനക്ക് പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹ് നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ കൂടെ കൂടുമെന്ന് ഷഫീഉന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. നിനക്ക് സുഭിക്ഷമായിട്ടുള്ള ഒരു കാലാവസ്ഥ വരുന്ന സമയത്ത്, നിനക്ക് സന്തോഷം വരുന്ന സമയത്ത്, നിനക്ക് എല്ലാവിധ അഭിവൃദ്ധിയും വരുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കാതിരുന്നാൽ നിനക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് അള്ളാഹ് ഏറ്റുപിടിക്കുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹിനെ ഒരിക്കലും മറന്നു കളിക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 13ാമത്തെ വസിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. ഇസ്ഹദ് ഫി ദുനിയ. ദുനിയാവിൽ നീ ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഭൗതികമായ എല്ലാവിധ ലക്ഷ്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹിദായ, സുഹുദുള്ള, ത്യാഗിയായ, പരിത്യാഗിയായ ഒരാളായി മാറിക്കോ. എന്നാൽ യുഹിബ്ബക്കല്ലാഹ്, അള്ളാഹ് നിന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നതാണെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ദുനിയാവിൽ സാഹിദായിട്ട് ജീവിച്ചോ. നിനക്ക് പണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാഹ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, സുഹുദ് കാണിച്ചുകൊണ്ട്, അമിതമായ ദൂർത്ത് കാണിക്കാതെ, അമിതമായ ചെലവഴിക്കൽ കാണിക്കാതെ, അമിതമായിട്ട് സമ്പാദിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കാതെ അള്ളാഹുവിന് വേണ്ടി പലതും വിട്ടുകളയുന്ന സാഹിത്യങ്ങളുടെ മനസ്സ് കൈവരിച്ചാൽ നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവന് നരകത്ത് പോകില്ലല്ലോ. 14ാമത്തതായിട്ട് റസൂലുള്ളാഹ് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, വസിയത്തുണ്ട്. ഇസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ് യുഹിബ്ബക്കന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കരുത്. ജനങ്ങളുടെ കയ്യിലുള്ളതിനൊക്കെ ഇങ്ങനെ മോഹിക്കാതെ അതിനൊക്കെ നീ ഒഴിവാക്കിക്കൊണ്ട് സുഹൃത്ത് കാണിച്ചാൽ ജനങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തോന്നും. നമ്മൾ ജനങ്ങളുടെ ഒരു കൂട്ടുകൂടുമ്പോൾ തന്നെ പൈസ ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യം ആഗ്രഹിച്ചുകൊണ്ടോ സഹായം ആഗ്രഹിച്ചുകൊണ്ടോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ ഒരു നമ്മുടെ മനസ്സിൽ കരുതി ഈ കാര്യം നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടില്ല. മറിച്ച് നമ്മളൊരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ അവരുടെ വിഷയത്തിൽ അവരുടെ കയ്യിലുള്ളതിനെ മോഹിക്കാത്ത രൂപത്തിൽ അവരുടെ കൂടെ കൂടിയാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി പറയാണ്, ജനങ്ങളുടെ കയ്യിലുള്ള സ്വത്താവട്ടെ എന്താവട്ടെ ആ വിഷയം നീ ഒഴിവാക്കിയാൽ ജനങ്ങൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. 15ാമത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന വസിയത്ത്, ഖുൽ ആമന്തു ബില്ലാഹ്. നീ ഈമാനിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എനിക്ക് ഈമാനുണ്ട് എന്ന് ശപഥം ചെയ്ത് പറഞ്ഞോ. സുമ്മസ്തഖിം, എന്നിട്ട് ഈമാൻ നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തോ. ഈമാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമലും ചെയ്യാതിരിക്കരുത്. ഈമാനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിൻ്റെ അമലുകളൊക്കെ നീ പതിവാക്കി ചെയ്തോ. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അതൊക്കെ ചെയ്തുകൊണ്ട് ചൊവ്വായ മാർഗത്തിൽ നീ ആയിക്കോ. എന്നാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 16ാമത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആരെങ്കിലും എനിക്ക് അവൻ്റെ നാവിനെയും, 2 താടിയല്ലിൻ്റെ ഇടയിൽ വരുന്നത് നാവാണ്, ഈ നാവിനെയും അവൻ്റെ 2 കാലുകൾക്കിടയിൽ വരുന്ന ഫർജ് ഗുഹ്യഭാഗത്തെയും ഒരാൾ എനിക്ക് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ അതുമല്ലഹുൽ ജന്ന, അവൻക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടിയായി കൊടുക്കുമെന്ന്, അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കാൻ വേണ്ടി ഗ്യാരണ്ടി നിൽക്കുമെന്ന് ഷഫീഉന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊണ്ട് ഒരിക്കലും ഗീബത്തിന് മീമത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മ ഒരിക്കലും കളയാൻ പാടില്ല. അങ്ങനെ കളയൂല. നാവിനെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട് നാവിനെ ഞാൻ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്കൊരാൾ ഉറപ്പ് തന്നാൽ, അവൻ്റെ ഗുഹ്യാവയവം കൊണ്ട് മോശമായ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവനക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു എന്ന് ഷഫീഉന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം ഈ 2 കാര്യങ്ങൾ. 15ാമത്തെ വസിയത്ത് എന്ന് പറയുന്നത്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ. ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ ആയിക്കോ. വിദേശത്ത് പോകുന്ന ആൾ അവിടെ സ്വത്ത് സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ സ്ഥിരമായൊരു താമസം ആഗ്രഹിക്കില്ല എന്നതുപോലെ തന്നെ ആ രാജ്യം വിട്ടിട്ട് തൻ്റെ നാട്ടിലേക്ക്, സ്വദേശത്തിലേക്ക് പോകുമെന്നുള്ള ഒരു കരുതലോട് കൂടിയിട്ടായിരിക്കും അവിടെ താമസിക്കുക എന്നതുപോലെ നീ ജീവിച്ചോ. നമുക്കറിയാം, വിദേശത്ത് പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുക. മുഅ്മിനീങ്ങളായ ആളുകളോട് എനിക്ക് പറയാറുണ്ട്, നമ്മുടെ നാട് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വിദേശത്തിലേക്ക് കയറി, അതാണ് ദുനിയാവ്. ആ ദുനിയാവിൽ നമ്മളൊരു വിദേശിയെ പോലെ ജീവിച്ചോ, ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിച്ചോ. നമ്മൾ യാത്ര പോകുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അവിടെ നിൽക്കണമെന്നോ അവിടെ ഒരു വീട് പണിയണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കില്ല. അവിടെ അനാവശ്യമായ ഒരു ചിന്തയും നമ്മൾ കൊണ്ടുവരാതെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം, ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണമെന്നുള്ള ഒരു കരുതൽ മാത്രമേ യാത്രക്കാരനുണ്ടാവുള്ളൂ. ആ രൂപത്തിന് ദുനിയാവിൽ ജീവിച്ചോ. ദുനിയാവിൽ സ്ഥിരതാമസമുണ്ട് എന്ന രൂപത്തിന് ജീവിക്കരുത് എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 18ാമത്തെ വസിയത്ത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിൻ്റെ നാവ് അള്ളാഹുവിൽ ദിക്ർ ചൊല്ലിക്കൊണ്ട് എപ്പോഴും റത്തുബായ രൂപത്തിലായിരിക്കണം, നനവുള്ള രൂപത്തിലായിരിക്കണം, മധുരമുള്ള രൂപത്തിലായിരിക്കണം. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ട് നാവിനെ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നനച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ആ നനവുണ്ടെങ്കിലാണ് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയൂ എന്നും
മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലിക്കൊണ്ട് നാവിനെ എപ്പോഴും നനയ്ക്കണം. നാവ് ദിക്റില്ലാതെ വെള്ളം കിട്ടാത്ത ഒരു നാവിൻ്റെ അവസ്ഥ പോലെ ആകാൻ പാടില്ല. നാവ് ഒട്ടി പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ദിക്ർ കൊണ്ട് നാവിനെ നനയ്ക്കണം. 19ാമത്തെ വസിയത്ത് എന്ന് പറയുന്നത് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചോ. നമ്മൾ കാരണമായിട്ട് ഒരാൾ ആക്രമിക്കപ്പെടാനോ നമുക്കെതിരെ പ്രാർത്ഥിക്കപ്പെടാനോ പാടില്ല. ഒരു ആക്രമിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നത് വളരെ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളെ വഷളാക്കുക എന്നുള്ളതും അവൻ്റെ സാമ്പത്തികമായിട്ട് അവനെ ചൂഷണം ചെയ്യുക എന്നുള്ളതും ശാരീരികമായിട്ട് ചൂഷണം ചെയ്യുക എന്നുള്ളതൊക്കെ അക്രമമാണ്. അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അവൻ്റെ പ്രാർത്ഥനകളെ നീ സൂക്ഷിച്ചോ. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കുമെന്ന് ഷഫീഉനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. 20ാമത്തെ കാര്യം ലാ തഅലബ്, ഒരിക്കലും നീ ദേഷ്യം പിടിക്കുന്ന ഒരാളായി മാറല്ലേ. എപ്പോഴും ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം കാണിച്ചുകൊണ്ട് വിരോധം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളായിട്ട് മാറല്ലേ. തങ്ങൾ പറയുന്നുണ്ട് സുദുമത്തിൽ ഊല, ആദ്യഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. ഒരാളെ കൊല്ലാൻ നമ്മുടെ മനസ്സ് വെമ്പുമ്പോൾ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുന്ന തീരുമാനമുണ്ടല്ലോ, അവിടെയാണ് ക്ഷമിക്കേണ്ടത്. കൊന്ന ശേഷം പിന്നെ ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടുവരണം. ലാ തഅലബ്, നീ ദേഷ്യം പിടിക്കുന്ന ആളായിട്ട് ഒരിക്കലും മാറല്ലേ. കോപമുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ വരെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ സമീപകാലത്ത് ഓരോ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ദേഷ്യം പിടിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, ഒരു പെൺകുട്ടി മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത് മരിച്ചത്ര. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ദേഷ്യം പിടിക്കുക, കുറേ എതിർത്തു, കുറേ സംസാരിച്ച് മൊബൈലിന് വേണ്ടിയിട്ട് ആ കുട്ടി കുറേ കോപം കാണിച്ചിട്ടുണ്ടാകാം. അപ്പോൾ പുറത്തു കൊടുക്കട്ടെ. എന്തായാലും അത്തരത്തിൽ ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് താൻ ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല. തൻ്റെ ഉമ്മയോടുള്ള വിരോധം കൊണ്ട് ഉമ്മയെ അടിച്ചു കൊന്നിട്ടുള്ള പത്രവാർത്തയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വല്യമ്മയെയും മറ്റൊക്കെ അടിച്ചു കൊള്ളുക, ഇങ്ങനെയുള്ളൊരു ദേഷ്യം പിടിച്ചുകൊണ്ടുള്ള കോപം പിടിച്ചുകൊണ്ടുള്ളൊരു കാര്യം അത് ഇസ്ലാമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ചരിത്രം പറയാറുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഒരു ശത്രുവിൻ്റെ നെഞ്ചത്തേക്ക് കഠാര ഇറക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ആ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ശത്രു അലിയോട് തങ്ങളുടെ മുഖത്തേക്ക് കാറി തുപ്പിയ സമയത്ത് ദേഷ്യം കൂടിക്കൊണ്ട് അലിയോട് തങ്ങൾ കൊല്ലാൻ വേണ്ടി നിന്നപ്പോൾ അലിയോട് തങ്ങൾ കൊല്ലാതെ വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിട്ട്, അതായത് തൻ്റെ മുമ്പിൽ ശത്രുവുണ്ട്, ആ ശത്രുവിനെ കൊല്ലേണ്ട സാഹചര്യത്തിൽ അത് ജിഹാദിൻ്റെ ഒരു കൊലപാതകമാണെന്ന് അവിടെ നടക്കേണ്ടത്. പക്ഷേ അതിനിടയിൽ ആ ശത്രു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാർ തുപ്പിയപ്പോൾ പിന്നീട് അയാളെ കൊല്ലുന്നത് അയാളുടെ ദേഷ്യം കൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ ധാരാളം ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന 20 വസിയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നും അത് പകർത്താൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ ജീവിക്കാനും ശ്രദ്ധിക്കണം. അല്ലാഹു ഖൈറുകളെ പ്രദാനം ചെയ്യട്ടെ.